സംസ്ഥാനത്ത് 3 ദിവസം കൂടി അതിശക്ത മഴ തുടരും. ഇന്നത്തെ റെഡ് അലർട്ട് പിൻവലിച്ചു. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ റെഡ് അലർട്ടാണ്. അടുത്ത 3 ദിവസം 14 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ്. അലക്സ് റാം മുഹമ്മദാണ് അതിൻ്റെ വിവരങ്ങളുമായി ഒരിക്കൽ കൂടി ചേരുന്നത്. അലക്സ്, അപ്പോൾ ഇന്നും ഇന്നലെയും ഒക്കെ കാണുന്ന ഒരു മഴ അന്തരീക്ഷം വരും ദിവസങ്ങളിൽ കുറച്ചുകൂടി കനത്ത് തുടരും, അങ്ങനെയാണ് പ്രവചനം അല്ലേ? ഹാഷ്മി, തീർച്ചയായും അതിന്റെ പ്രധാനപ്പെട്ട കാരണമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് ഈ ബംഗാൾ ഉൾക്കടലിൽ തെക്കൻ തമിഴ്നാട് തീരത്ത് നിലനിൽക്കുന്ന ചക്രവാത ചുഴിക്ക് പുറമെ അറബിക്കടലിൽ വടക്കൻ കേരള തീരത്ത് മറ്റൊരു ചക്രവാത ചുഴി കൂടി നിലവിൽ നിലനിൽക്കുന്നുണ്ട്. ഇതിന്റെ സ്വാധീനം സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. അടുത്ത 3 ദിവസം കൂടി അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് സംസ്ഥാനത്ത് 3 ജില്ലകളിൽ റെഡ് അലർട്ട് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആ റെഡ് അലർട്ട് ഇന്ന് പിൻവലിച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അടുത്ത 3 ദിവസവും 14 ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി 6 ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ നാളെ റെഡ് അലർട്ട് ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യത മലയോര ജില്ലകളിൽ നിലനിൽക്കുന്നുണ്ട്. ഇടുക്കി, പാലക്കാട് ജില്ലകളിൽ വ്യാഴാഴ്ചയും അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതാ മുന്നറിയിപ്പായി റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലയോര മേഖലയിൽ കർശനമായ ജാഗ്രത തുടരേണ്ടതുണ്ട് എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഈ മഴയുടെ പ്രത്യേകത അത് മണിക്കൂറുകളോളം നിന്ന് പെയ്യുന്ന മഴയല്ല, പക്ഷേ നിന്ന് പെയ്യുന്ന സമയം അത്രയും അതിതീവ്രമായി പെയ്യുന്ന മഴയാണ്. അതിലേറ്റവും പ്രധാനം ഈ മലവെള്ളപ്പാച്ചിൽ പോലുള്ളവ മിന്നൽ, പ്രളയം, വെള്ളപ്പൊക്കം, വെള്ളക്കെട്ടൊക്കെ ഉണ്ടാകാൻ ഏറ്റവും പെട്ടെന്ന് സാധ്യതയുള്ള ഒരു കാലാവസ്ഥാ സ്ഥിതിയാണത്. അതിനാൽ കർശനമായ ജാഗ്രത പൊതുജനങ്ങളും സർക്കാർ സംവിധാനങ്ങളും പുലർത്തണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി ആവർത്തിച്ച് വ്യക്തമാക്കുന്നുണ്ട്. തീരവുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നുണ്ട്. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്. കാരണം ആ ചക്രവാത ചുഴിയുടെ സ്വാധീനമുള്ളത് കൊണ്ട് തന്നെ കടലിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. കേരള തീരത്ത് നിന്ന് ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ കടലിൽ പോകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം എന്നുകൂടി അറിയിക്കുന്നു. അലക്സ് റാം മുഹമ്മദാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്.